വടകരയിൽ ഷാഫി പറമ്പിൽ എം പിയുടെ തലക്കടിച്ച പോലീസുകാരന് കടുത്ത നടപടി വന്നേക്കും. അതിനോടനുബന്ധിച്ച് കോഴിക്കോട് റൂറൽ SP രാഷ്ട്രീയം കളിച്ചു എന്ന് ആരോപണം പറയുന്നു. മാർക്സിസ്റ്റുകാരെക്കാളും വലിയ മാർക്സിസം കളിച്ച റൂറൽ SPയും വടകര DYSP ഹരിപ്രസാദും പേരാമ്പ്ര DYSP സുനിൽകുമാറിനെതിരായി അതിശക്തമായ നടപടിയിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ്. പാർലമെൻറ്റ് MPയുടെ പ്രിവിലേജ് ഹനിക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും ഗൗരവമേറിയ കുറ്റം. ആ വടകരയിൽ പേരാമ്പ്രയിലെ ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഷാഫി പറമ്പിൽ MP പുള്ളിയുടെ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു നിര ആൾക്കാർ ഷാഫി പറമ്പിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അതിൻ്റെ പിമ്പിലിരുന്ന ഒരു പോലീസുകാരൻ ലാത്തി കൊണ്ട് എത്തി വലിഞ്ഞ് ഷാഫി പറമ്പിൻ്റെ തലക്കിട്ടടിച്ചു. 2 പ്രാവശ്യം അടിച്ചു. ആ അടി ഒരു രാഷ്ട്രീയ അടി തന്നെയാണ്. അത് പോലീസിൻ്റെ ജോലിയല്ല. രാഷ്ട്രീയമായിട്ട് ആ അടിച്ച പോലീസുകാരൻ്റെ വീടൊക്കെ കോൺഗ്രസ്സുകാർ കണ്ടെത്തി. അയാളുടെ കുടുംബം ഒരു CPMകാരനാണ്. CPM അവിടെയുള്ള ഒരംഗം തന്നെയാണ് അടിച്ചത്. അത് കൂടുതൽ സങ്കീർണമാക്കും പ്രശ്നങ്ങൾ. അതോടൊപ്പം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്ന കോഴിക്കോട് റൂറൽ SP അദ്ദേഹം CPM രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ട് നേരത്തെ മുതൽ ആരോപണമുണ്ട്. വടകര DYSPയും പേരാമ്പ്ര DYSPയും സ്പോട്ടിലുണ്ടായിരുന്നു. ഇവർ 3 പേര് സൂപ്പർവൈസറി ഓഫീസേഴ്സാണ്. അവരുടെ സാന്നിധ്യത്തിൽ അവരുടെ ഓർഡറില്ലാതെ ആണ് ഈ പോലീസുകാരൻ, യൂണിഫോം ഇട്ട് നിന്ന പോലീസുകാരൻ, ഹെൽമെറ്റ് ധരിച്ച് നിന്ന പോലീസുകാരൻ ഷാഫി പറമ്പലിൻ്റെ തലക്കിട്ടടിച്ചത്. അതൊരു അറ്റംപ്റ്റ് ടു മർഡറാണ്. അതുകൊണ്ട് പോലീസ് DGP അല്ലെങ്കിൽ അവിടുത്തെ ADGPമാർ ഷാഫി പറമ്പലിൻ്റെ മൊഴി വാങ്ങി ഒരു കേസ് ആ പോലീസുകാരനെതിരെ എടുക്കുന്നതാണ് ഉത്തമം. അല്ലെന്നെങ്കിൽ വലിയ പ്രശ്നങ്ങളും നിയമപ്രശ്നങ്ങളും ഇതിനകത്തുണ്ടാവും. കാരണം ആ പോലീസുകാരൻ്റെ പ്രവൃത്തി മേലുദ്യോഗസ്ഥന്മാരുടെ ആജ്ഞ മുഖേന അല്ല, അയാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അയാളുടെ രാഷ്ട്രീയ ചിന്ത വെച്ചിട്ട് അടിച്ചത് തന്നെ. അതിന് യാതൊരു സംശയമില്ല. ആക്ഷൻ കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവും. ഇത് ഒരു MPയുടെ പ്രിവിലേജ് ഹനിച്ചതാണ്. കാരണം MPക്ക് അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാം, അവിടുത്തെ ആൾക്കാരുടെ വിഷമതകളും വേദനകളും ഒക്കെ ചോദിക്കാം, അങ്ങനെ അവിടുത്തെ പ്രതിഷേധം ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാം. ആ സമയത്ത് MP തൻ്റെ കൂടെ നിൽക്കുന്നവരെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ തൻ്റെ മുൻനിരയിൽ നിന്ന് ആൾക്കാരുടെ പിൻനിരയിൽ നിന്ന പോലീസുകാരനാണ് അടിച്ചത്. ഒരു പ്രകോപനവും ഉണ്ടായില്ല. ആ പോലീസുകാരനും ഷാഫിയായിട്ട് എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ് ഒന്നും ഉണ്ടായില്ല. മേലുദ്യോഗസ്ഥന്മാരാരും ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുമില്ല. അയാൾ സ്വതന്ത്രമായി അധികാര ദുർവിനിയോഗം രാഷ്ട്രീയ ചിന്ത വെച്ച് നടത്തിയതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അറ്റംപ്റ്റ് ടു മർഡറാണ് കേസെടുക്കേണ്ടത്. കാരണം അയാൾ പോലീസുകാരനായാലും ശരി, ഔദ്യോഗിക കൃത്യത്തിലെ ഒരു തടസ്സം അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ ലാത്തിച്ചാർജോ അല്ലെങ്കിൽ അവിടെ ഗ്രനേഡ് പോലീസ് പൊട്ടിക്കുകയൊക്കെ ചെയ്തതിന് തൊട്ട് മുമ്പുകളാണ്. ഇപ്പം അതിന് ശേഷമുള്ള ഒരു സംസാരം തൻ്റെ അണികളുമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നിയമവിരുദ്ധമായ ഈ പ്രവൃത്തി ഉണ്ടായത്. അതുകൊണ്ട് അതിനെ ഒരു കേസ് ഷാഫിയുടെ മൊഴി പകർത്തി കേസ് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും ഉത്തമം. ആ പോലീസുകാരനെ അറസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അയാൾക്കെതിരായിട്ട് ശക്തമായ നടപടിയായിട്ട് പോലീസ് മുന്നോട്ട് പോകണം. മറ്റൊരു കാര്യം പ്രിവിലേജാണ്. ഒരു MPയുടെ പ്രിവിലേജ് ഹനിക്കപ്പെട്ടു എന്ന് ഉറപ്പായി. അതുകൊണ്ട് പാർലമെൻറ്റിലെ അവിടുത്തെ പ്രിവിലേജ് കമ്മിറ്റിയുടെ മുമ്പിൽ അവിടുത്തെ റൂറൽ SPയും അവിടുത്തെ 2 പേരാമ്പ്രയും വടകരയിലെ DYSPമാരും അവിടുത്തെ SHOമാർ 2, ആ പേരാമ്പ്രയിലെ SHO, ആ ഈ അടിച്ച പോലീസുകാരൻ, അതുപോലെ പോലീസിലെ
ഉദ്യോഗസ്ഥന്മാർക്ക് എതിരായിട്ട് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തക എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അവരെയും കൂടെ ചേർത്ത് പാർലമെൻറ്റിൽ തീർച്ചയായിട്ടും ഒരു പരാതി ഉടൻ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ സ്പീക്കർ കൊടുത്ത പരാതി അവിടുത്തെ പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കും. പ്രിവിലേജ് കമ്മിറ്റി തെളിവെടുക്കുന്ന സമയത്ത് ഈ ദൃശ്യം അവിടെ ഹാജരാക്കും. അത് മതി. അതോടൊപ്പം തന്നെ സൂപ്പർവൈസറി ലാപ്സസ് 2 DYSPമാർക്കും SP-ക്കും ഉണ്ടായി. അവർ രാഷ്ട്രീയം കളിച്ചു എന്ന് തന്നെ പറയും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ അവിടെ സമൺ ചെയ്ത് കുറ്റം തെളിഞ്ഞു എന്നാണ് പ്രിവിലേജ് കമ്മിറ്റിയുടെ നിഗമനം. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ദൃശ്യം അവിടെ പ്രദർശിപ്പിക്കും. അതുകൊണ്ട് തീഹാർ ജയിലിൽ 7 ദിവസം ഇവർക്ക് കിടക്കേണ്ടി വരും. മറ്റൊന്ന്, കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം കണ്ടു. ആ റൂറൽ SP ആയിരുന്ന ബൈജുവിൻ്റെ കൊല്ലത്തെ വീട്ടിലേക്ക് അവർ മാർച്ച് നടത്തും. സമാധാനപരമായിട്ട് ഇനി ജീവിക്കാൻ ആ പോലീസ് ഉദ്യോഗസ്ഥന് കഴിയില്ല. അയാളെ രാഷ്ട്രീയം കളിച്ചു എന്നാണ് ആരോപിച്ചിരിക്കുന്നത്. ആ 2 DYSമാരും രാഷ്ട്രീയം കളിച്ചു. ഒരു ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ രീതിയിലല്ല. കാരണം അവിടെ ഗവൺമെൻറ്റിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഗവൺമെൻറ് ഉത്തരവാദിയല്ല. കഴിഞ്ഞ ദിവസം നമുക്കറിയാമായിരുന്നല്ലോ, പോലീസ് ഒരു കേസിനകത്ത് RSSകാരനെ കൊന്നത് CPMകാരാണെന്ന് പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം അത് തെറ്റാണെന്ന് മനസ്സിലായി. അത് മുസ്ലിം തീവ്രവാദികളാണെന്ന് കണ്ടെത്തി ഹൈക്കോടതി മുമ്പിൽ ആ വിവരങ്ങൾ ബോധിപ്പിച്ചു. ജയിലിൽ കിടന്ന ആ CPMകാരെ വെറുതെ വിട്ടു. അതോടൊപ്പം തന്നെ കോമ്പൻസേഷൻ കൊടുക്കാൻ വിധിയായി. ഇതുപോലെയുള്ള പ്രവൃത്തി ചെയ്യുന്ന രാഷ്ട്രീയം കളിക്കുന്ന SP-മാരും DYSPമാരും മനസ്സിലാക്കിക്കൊള്ളൂ. കാരണം എപ്പോഴും ഒരു പാർട്ടി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കാണില്ല. ഇതൊരു ഡാമേജാണ്. അതോടൊപ്പം ക്രിമിനൽ ഓഫൻസാണ്. ക്രിമിനൽ ഓഫൻസിനും സമാധാനം പറയേണ്ടി വരും. ഡാമേജ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം പറയേണ്ടി വരും. രാഷ്ട്രീയം കളിച്ച് ആ രീതിയിൽ ഒരു MP-യുടെ തലക്കിട്ടടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകം അറ്റംപ്റ്റ് ടു മർഡർ കേസ് വരും. അതുകൊണ്ട് വരാൻ പോകുന്ന നിയമക്കുരുക്ക് എന്താണെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആലോചിച്ചോണം. ഇതേ രാഷ്ട്രീയ ചിന്തയുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരും ചിന്തിച്ചോളൂ. തക്കതായ നടപടിയിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ്. കാരണം രാഷ്ട്രീയപരമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇടതുപക്ഷമായാലും ശരി വലതുപക്ഷമായാലും ശരി അവർ മാറി മാറി അധികാരത്തിൽ വരുന്നവരാണ്. പോലീസിൻ്റെ ആ പവർ വെച്ച് ഇപ്പോൾ നിൽക്കുന്നത് ഒരു നിമിഷം കൊണ്ട് അത് അപ്രത്യക്ഷമാകും. അതോടുകൂടി അയാൾക്ക് കുടുംബങ്ങൾക്കും സമാധാനപരമായിട്ട് ജീവിക്കാനായിട്ട് കഴിയില്ല എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പം നമ്മൾ കണ്ടു. തൃശ്ശൂരെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ മർദ്ദിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടു. അതിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അവരെ റിമൂവ് ചെയ്യേണ്ടി വരും. അവരുടെ വീടുകളിലേക്ക് സമരം നയിച്ചു പോകുന്നത് നമ്മൾ കണ്ടു. അതുപോലെ PG സംഭവത്തിലും അങ്ങനെയൊക്കെ കണ്ടു. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കരുത് പോലീസ് ഉദ്യോഗസ്ഥർ. ഭരണഘടന അനുസരിച്ചേ ചിന്തിക്കാവുള്ളൂ. DGP പറയുന്നത് നിയമവിരുദ്ധമായ കാര്യമായാൽ അത് ചെയ്യാൻ പാടില്ല. ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റോ വലതുപക്ഷ ഗവൺമെൻറ്റോ ഭരിക്കുന്ന സമയത്ത് നിയമവിരുദ്ധമായ കാര്യം നടപ്പാക്കാൻ ബാധ്യതയില്ല. ഭരണഘടന അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ അവിടുത്തെ റൂറൽ SP-യും 2 DYSPമാരും ആ പോലീസ് ഉദ്യോഗസ്ഥനും കൃത്യമായി രാഷ്ട്രീയം കളിച്ചു. അതിനുള്ള തെളിവുകളുണ്ട്. വെറുതെ നിന്ന ഒരു MP-യെ തലക്കിട്ടടിച്ച് പരിക്കേൽപ്പിച്ചു. അതൊരു MP-യുടെ പ്രിവിലേജ് ഹനിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അതിനും സമാധാനം പാർലമെൻറ്റിൽ പോയി പറയേണ്ടി വരും. അവിടെ പ്രിവിലേജ് കമ്മിറ്റിയുടെ മുമ്പിൽ ഇവരെല്ലാവരും ഹാജരാകാനുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് MK രാമകൻ MP പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി ഉണ്ടാവും. പാർലമെൻറ്റിലെ മെമ്പറിനെ അവരുടെ പ്രിവിലേജ് ഹനിച്ചതിന് നടപടി ഉണ്ടാവുന്ന പ്രസ്താവന ഇന്ന് പത്രങ്ങളിലൊക്കെ കണ്ടിരിക്കുന്നു. അതിശക്തമായ നടപടിയായിട്ട് കോൺഗ്രസ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് പാർലമെൻറ്റിലും അതുപോലെ കോടതികളിലും മുന്നോട്ട് പോകും. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഉദ്യോഗസ്ഥർ ഷാഫി പറമ്പലിൻ്റെ ഒരു മൊഴി കൊടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യണം. ആ തലക്കിട്ടടിച്ച പോലീസുകാരനെ അവിടുത്തെ SHO ആ കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടുത്തെ SP-ക്ക് കൊടുക്കുക. SP കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നേരെ കോടതി പോയി കോഗ്നിസൻസ് കോടതി നടപടി സ്വീകരിക്കും എന്നിവിടെ മനസ്സിലാക്കിക്കൊള്ളുക. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ദയവായിട്ട് രാഷ്ട്രീയം കളിക്കരുത്. കളിച്ചാൽ അത് വലിയ ദൂഷ്യം ചെയ്യും. പലരും രാഷ്ട്രീയം കളിച്ച പല ആൾക്കാരും അവർക്ക് ഇപ്പം
റിട്ടയർ ചെയ്ത ശേഷവും സമാധാനപരമായിട്ട് ജീവിക്കാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക, ദയവായിട്ട് രാഷ്ട്രീയം കളിക്കരുത്.